പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവർണൻസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് തുടങ്ങുകയാണ്. ഇനിയുള്ള അടുത്ത 3-4 ക്ലാസ്സുകൾ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ആകെ 5 പാർട്ടുണ്ട്. അതിൽ ഇന്ന് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ്. അടിസ്ഥാന വിവരങ്ങളാണ് എന്ന് പറയുമ്പോഴും ഈ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചോദ്യങ്ങൾ PSCയുടെ പരീക്ഷകളിൽ ആവർത്തിക്കാറുണ്ട്. അപ്പോൾ അടിസ്ഥാനമാണെങ്കിലും അതിന് പ്രാധാന്യത്തിന് ഒട്ടും കുറവില്ല എന്നർത്ഥം. നമുക്ക് ആരംഭിച്ചാലോ. ദുരന്തങ്ങൾ പ്രധാനമായി 2 തരം. ഒന്ന് പ്രകൃതിദത്ത ദുരന്തവും 2 മനുഷ്യനിർമ്മിത ദുരന്തവും. പ്രകൃതിദത്ത ദുരന്തം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഇടപെടലില്ലാതെ ഉണ്ടാകുന്ന ഏതൊരു ദുരന്തവും പ്രകൃതി ദുരന്തമാണ്. അത് കടലാക്രമണമായിക്കോട്ടെ, വെള്ളപ്പൊക്കമായിക്കോട്ടെ, മഴവെള്ളപ്പാച്ചിലായിക്കോട്ടെ, ഭൂകമ്പമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇനി മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് പറയുമ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ വിസ്ഫോടനങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, ഫാക്ടറിയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി, അതുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം കേരളത്തിലൊക്കെ പലപ്പോഴും കേൾക്കുന്നതാണ് പാചകവാതക ടാങ്കർ മറിഞ്ഞു, അത് മനുഷ്യനിർമ്മിത ദുരന്തമാണ്. വാഹന ആക്സിഡന്റുകൾ മനുഷ്യനിർമ്മിത ദുരന്തമാണ്. ശരിയല്ലേ? അപ്പോൾ പ്രകൃതി ദുരന്തവും മനുഷ്യനിർമ്മിത ദുരന്തവും തമ്മിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വ്യാപ്തിയും സ്വഭാവ സവിശേഷതയും കണക്കാക്കി വീണ്ടും പലതായി ദുരന്തങ്ങളെ വേർതിരിക്കാറുണ്ട്, അവയുടെ കാഠിന്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് കണക്കാക്കുന്നത് ഏത് ദിവസമെന്ന് ചോദിച്ചാൽ ഒക്ടോബർ മാസം 13-ാം തീയതി. ഒക്ടോബർ മാസം 13-ാം തീയതിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? കേരളത്തിൽ കായിക ദിനമായി കണക്കാക്കുന്നത് ഒക്ടോബർ 13-ആണ്. കേരളത്തിലെ കായിക ദിനം ഒക്ടോബർ 13-ആണ്, മറന്നു പോകരുത്. GV രാജയുടെ, ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ കായിക ദിനമായി നമ്മൾ ഒക്ടോബർ 13 കണക്കാക്കുന്നത്. എന്നാൽ അന്തർദേശീയ തലത്തിൽ ഒക്ടോബർ 13ന്റെ പ്രത്യേകത എന്താണ്? ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഡേ എന്നാണ്. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. അപ്പോൾ ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നാണ് ഒക്ടോബർ 13. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005. ഇന്ത്യയിലെ നിലവില് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് 2005 ദേശീയ ദുരന്ത നിവാരണ നിയമമാണ്. ഈ നിയമത്തിലെ നിർദ്ദേശങ്ങളും വസ്തുതകളുമാണ് നമ്മൾ ഇനി അങ്ങോട്ട് തുടർന്നുള്ള എല്ലാ ക്ലാസ്സിലും പഠിക്കുക. അതായത് 5 പാർട്ടിലൂടെ നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ബേസായിട്ട് നമ്മളെന്ന് ആ നിയമത്തിന്റെ അടിസ്ഥാനം മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ, ആദ്യ ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയത് 2005 നവംബർ 28. ലോക്സഭ പാസാക്കിയത് 2005 ഡിസംബർ 12-ാം തീയതി. പ്രസിഡന്റ് ഒപ്പുരേഖപ്പെടുത്തിയാലാണ് നിയമമാവുക അല്ലെ? പ്രസിഡന്റ് ബില്ലിന്മേൽ ഒപ്പുരേഖപ്പെടുത്തിയത് 2005 ഡിസംബർ 23. അതേ ദിവസം തന്നെ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 2005 ഡിസംബർ 23 പ്രസിഡന്റ് ഒപ്പുരേഖപ്പെടുത്തി അന്നേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുന്നു. ചില നിയമങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലും സംവിധാനങ്ങൾ രൂപീകരിക്കാൻ ലേറ്റ് ആയേക്കാം. എന്നാൽ പ്രസിഡന്റ് ഒപ്പുരേഖപ്പെടുത്തിയ 2005 ഡിസംബർ 23 തന്നെ ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നു. ആകെ 11 അധ്യായങ്ങളും 79 വകുപ്പുകളുമുണ്ട്. ആകെ 11 അധ്യായങ്ങളും 79 വകുപ്പുകളും. കേന്ദ്ര മന്ത്രാലയമായി പ്രവർത്തിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം, അല്ലെങ്കിൽ എല്ലാ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചുമതലയുള്ളത് ആർക്കാണ്? ആഭ്യന്തര മന്ത്രാലയത്തിനാണ്. മറ്റെല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം നോഡൽ ഓഫീസർ, അതായത് പ്രസ്തുത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരായിരിക്കും? ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കേന്ദ്ര ദുരിതാശ്വാസ കമ്മീഷണറാണ്. കേന്ദ്ര ദുരിതാശ്വാസ കമ്മീഷണർ. ഓർമ്മിച്ചേക്കാമോ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം.
2005 ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയത് 2005 നവംബർ 28. ലോക്സഭ പാസാക്കിയത് 2005 ഡിസംബർ 12. പ്രസിഡന്റ് ഒപ്പുരേഖപ്പെടുത്തിയത് 2005 ഡിസംബർ 23. നിയമം പ്രാബല്യത്തിൽ വന്നത് അഥവാ നിലവിൽ വന്നത് പ്രസിഡന്റ് ഒപ്പുരേഖപ്പെടുത്തി 2005 ഡിസംബർ 23 തന്നെ. ആകെ എത്ര അധ്യായങ്ങളുണ്ട്? 11 അധ്യായങ്ങളുണ്ട്. എത്ര വകുപ്പുകളുണ്ട്? 79 വകുപ്പുകൾ. 11 അധ്യായങ്ങൾ, 11 പാർട്ടുകളിലായി 79 വകുപ്പുകൾ. ചുമതലപ്പെട്ട വകുപ്പ് അല്ലെങ്കിൽ ചുമതലപ്പെട്ട മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയമായി പ്രവർത്തിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം മറ്റെല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കുന്നു. നോഡൽ ഓഫീസർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര ദുരിതാശ്വാസ കമ്മീഷണറാണ്. ദുരന്ത നിവാരണ നിയമം 2005 പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുവാനുള്ളത് ഈ 4 അധ്യായങ്ങളാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം 2, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം 3, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം 4, തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം 6. 2, 3, 4, 5 എന്ന് പറയരുത്, 2, 3, 4, 6. അപ്പൊ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് 2005 ദുരന്ത നിവാരണ നിയമത്തിലെ എത്രാമത്തെ അധ്യായത്തിലാണ് പരാമർശിക്കുക? 2-ാമത്തെ അധ്യായം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്നത് 4-ാമത്തെ അധ്യായത്തിലും തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്നത് 6-ാമത്തെ അധ്യായത്തിലും. സെറ്റ് അല്ലേ? ഇനി ആ വകുപ്പുകളോട് നമുക്ക് ഓടിച്ചു വെക്കാം. അധ്യായം 2 വകുപ്പ് 3 മുതൽ 13 വരെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുന്നു. 3 മുതൽ 13 വരെ 11 വകുപ്പുകൾ എന്ന് ജസ്റ്റ് മനസ്സിൽ ഓർമ്മിച്ചാൽ മതി, എളുപ്പമാണ്. 1, 2 ഡെഫിനിഷനാണ്. 1-ാമത്തെ അധ്യായത്തിൽ വകുപ്പ് 1, 2 എന്നിവ നിർവചനങ്ങളാണ്. 2-ാമത്തെ അധ്യായം വകുപ്പ് 3 മുതൽ 13 വരെ 11 എണ്ണം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുന്നു. ക്ലിയർ? 3-ാമത്തെ അധ്യായം വകുപ്പ് 14 മുതൽ 24 വരെ. 3-ാമത്തെ അധ്യായം വകുപ്പ് 14 മുതൽ 24 വരെ. മൊത്തം എത്ര എണ്ണമുണ്ട്? 11 എണ്ണമുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച്. ഓക്കെ. തൊട്ടടുത്ത് അധ്യായം 4 വകുപ്പ് 25 മുതൽ 34 വരെ. അതിൽ 10 എണ്ണേ ഉള്ളൂ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പ് 25 മുതൽ 34 വരെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുന്നു. 5-ാമത്തെ അധ്യായം നമ്മളിപ്പോൾ പറയുന്നില്ല, അത് പിന്നീട് പറയും. 6-ാമത്തെ അധ്യായം വകുപ്പ് 41-ലാണ് തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുക. അപ്പോൾ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? 11 അധ്യായങ്ങളുണ്ട്. ആകെ എത്ര വകുപ്പുകളുണ്ട്? 79 വകുപ്പുകളുണ്ട്. എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 2005 ഡിസംബർ 25. അതിലെ 2-ാമത്തെ അധ്യായം വകുപ്പ് 3 തൊട്ട് 13 വരെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. 3-ാമത്തെ അധ്യായം വകുപ്പ് 14 മുതൽ 24 വരെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 4-ാമത്തെ അധ്യായം വകുപ്പ് 25 തൊട്ട് 34 വരെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചും 6-ാമത്തെ അധ്യായം 41-ാമത്തെ വകുപ്പിൽ തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചും പരാമർശിക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റികൾ. എന്താണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ? ദുരന്ത നിവാരണം ഫലപ്രദമായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള സ്ഥാപനങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ എന്ന് പറയുക. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ? ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുവാൻ. ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിച്ചത് 2005. 2005 ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കാനുള്ള അടിസ്ഥാന വകുപ്പ് ഏതാ? 3/1 അല്ലെ? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി 2-ാമത്തെ അധ്യായം 3-ാമത്തെ വകുപ്പ് തൊട്ട് 14-ാമത്തെ വകുപ്പ് വരെയാണ് അല്ലെ? 3-ാമത്തെ വകുപ്പ് തൊട്ട് എത്ര വകുപ്പ് വരെയാ? 3 തൊട്ട് 13 വരെ, മൊത്തം 11 ആണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആണെങ്കിൽ വകുപ്പ് 14 തൊട്ട് 24 വരെ 2-ാം അധ്യായം അല്ലെ? അപ്പോൾ ഓർമ്മിക്കുക, 3 എന്നതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുക. ദുരന്ത നിവാരണം ഫലപ്രദമായി നിർവഹിക്കുന്നതിന് വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന വകുപ്പ് ഇത് എന്ന് ചോദിച്ചാൽ 3/1. ഇന്ത്യയിൽ ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികളാണ് നിലവിൽ വന്നത്. ഏതൊക്കെ? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, പിന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തനങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റികൾ. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ത്യയിൽ ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികളാണുള്ളത്.
ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രാദേശിക ദുരന്ത നിവാരണ അതോറിറ്റികളുള്ളത്. ഈ അതോറിറ്റികൾ സ്വയം ഭരണാധികാരം ഇല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. സ്വയം ഭരണാധികാരം ഇല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? നിയമം വഴി സ്ഥാപിതമായത്. ഭരണഘടനാ പദവിയില്ല. ഭരണഘടനാ പദവിയില്ലാത്ത നിയമം വഴി സ്ഥാപിതമായത്. ഏത് നിയമം വഴി സ്ഥാപിതമായത്? 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായത്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അല്ലെങ്കിൽ നമ്മൾ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് നമ്മൾ പറയും. സ്വയം ഭരണാധികാരമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് പറയുന്നില്ല? ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് 2005 ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സ്ഥാപിതമായത്, നിയമം വഴി സ്ഥാപിതമായത്. അതുകൊണ്ട് അവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പൊതുവായി സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കാം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 1070, 1077, 1079. ഇതിൽ 1079 ദേശവ്യാപകമായിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. ഹെൽപ്പ് ലൈൻ നമ്പർ രണ്ടെണ്ണം, ഒന്ന് 1070, 2 1077. ടോൾ ഫ്രീ നമ്പർ, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1079. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ദുരന്ത നിവാരണ അതോറിറ്റികൾ, ദുരന്ത നിവാരണ പ്രവർത്തനം ഫലപ്രദമായി നിർവഹിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ അതോറിറ്റികൾ. ആദ്യമായി രൂപീകരിച്ചത് 2005 2005 ദുരന്ത നിവാരണ നിയമം വകുപ്പ് 3/1 അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ഇന്ത്യയിലെ ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികളാണ് നിലവിൽ വന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, പിന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണ അതോറിറ്റികളെല്ലാം തന്നെ ഈ 3 ഘടകത്തിലുള്ളത്, ത്രിതല ഘടകത്തിലുള്ളത് സ്വയം ഭരണാധികാരം ഇല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. സ്വയം ഭരണാധികാരം ഇല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്, നിയമം വഴി സ്ഥാപിതമായവയാണ്. ഹെൽപ്പ് ലൈൻ നമ്പർ 1070, 1077. ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1079. ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1079. ക്ലിയർ ആണേ? ഗുഡ്. ഇനി നമ്മൾ പറയുന്നു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. ഇവ നമ്മൾ പറഞ്ഞു, ദുരന്ത നിവാരണ അതോറിറ്റികളെല്ലാം തന്നെ സ്വയം ഭരണാധികാരം ഇല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. അത് നമ്മൾ വീണ്ടും ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. സ്വയം ഭരണാധികാരമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി. ആ സമയത്ത് ആരാണോ പ്രധാനമന്ത്രി അദ്ദേഹമായിരിക്കും എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. നിലവിൽ ആരാണ്? നരേന്ദ്രമോദി. ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 9. അംഗങ്ങളുടെ കാലാവധി 5 വർഷമായിരിക്കും. കേന്ദ്ര സർക്കാരാണ് ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുക. ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. അതായത് ഇന്ത്യയിൽ 2 അതിലധികം സംസ്ഥാനങ്ങളെ പൊതുവായി ബാധിക്കുന്നവയായി ദേശീയ ദുരന്തങ്ങളായി പ്രഖ്യാപിക്കും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണ് ദേശീയ ദുരന്തങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. സ്വയം ഭരണാധികാരമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കും. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ആസ്ഥാനം ന്യൂഡൽഹി. അംഗങ്ങളുടെ എണ്ണം 9. അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. കേന്ദ്ര സർക്കാരാണ് ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ദേശീയ ദുരന്തങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമർഹിക്കുന്നു, പഠിച്ചേ പറ്റൂ കേട്ടോ. വെള്ളപ്പൊക്കം, മേഘസ്ഫോടനം എന്നിവ ദേശീയ ദുരന്തങ്ങളാണ്. വെള്ളപ്പൊക്കവും മേഘസ്ഫോടനവും ദേശീയ ദുരന്തങ്ങളാണ്. രണ്ടും പരസ്പര പൂരകങ്ങളാണ് അല്ലെ. മേഘസ്ഫോടനമാണ് വെള്ളപ്പൊക്കത്തിന് സ്ഥിരമായി കാരണമാവുക. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പാറ വീഴ്ച, പാറനിരകൾ വീഴ്ച ഇവയൊക്കെ ദേശീയ ദുരന്തമായി കണക്കാക്കാം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പാറവീഴ്ച, പാറനിരകൾ ഇവയൊക്കെ ഉണ്ടായാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നിർബന്ധമില്ല. കേന്ദ്ര സർക്കാർ പരിശോധിച്ചതിന് ശേഷം ദേശീയ ദുരന്തമാണോ ഇല്ലയോ എന്ന് പ്രഖ്യാപിക്കും എന്നതാണ്. ഓക്കെ, അപ്പോൾ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പാറവീഴ്ച, പാറനിരകൾ എന്നിവയൊക്കെ എന്തിന് ഉദാഹരണമാണ്? ദേശീയ ദുരന്തങ്ങളെ അംഗീകരിച്ചിട്ടുള്ളവയാണ്.
വരൾച്ച, കാട്ടുതീ, ചുഴലിക്കാറ്റ്. വരൾച്ച, കാട്ടുതീ, ചുഴലിക്കാറ്റ് എന്നിവയും ദേശീയ ദുരന്തങ്ങളാണ്. ഭൂമികുലുക്കവും സുനാമിയും, അല്ലെ? ഭൂകമ്പവും സുനാമിയും പരസ്പര പൂരകങ്ങളാണ്, അല്ലെ? വരൾച്ച, കാട്ടുതീ, ചുഴലിക്കാറ്റ് എന്നിവ ദേശീയ ദുരന്തങ്ങളാണ്. ഭൂമികുലുക്കം, സുനാമി എന്നിവ ദേശീയ ദുരന്തങ്ങളാണ്. ആലിപ്പഴ വർഷം, ആലിപ്പഴം പെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിലും കാർഷിക മേഖലയ്ക്ക് ദുരിതമുണ്ടാക്കുന്നതാണ് ആലിപ്പഴ വർഷം. വലിയ വലിപ്പം കൂടിയ ആലിപ്പഴമാണെങ്കിൽ അത് വളരെ അപകടം പിടിച്ചതുമാണ്. ശീതാഘാതം, ഹിമാഘാതം, ഹിമപാതം എന്നിവയും എന്താണ്? ദേശീയ ദുരന്തങ്ങളാണ്. കീടാക്രമണം ദേശീയ ദുരന്തമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പ്രധാനപ്പെട്ട ദേശീയ ദുരന്തങ്ങൾ നമ്മൾ പറയുന്നു. വെള്ളപ്പൊക്കം, മെഹസ്ഫോടനം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പാറവീഴ്ച, പാറനിരകൾ, വരൾച്ച, കാട്ടുതീ, ചുഴലിക്കാറ്റ്, ഭൂമികുലുക്കം, സുനാമി, ആലിപ്പഴ വർഷം, ശീതാഘാതം, ഹിമപാതം, ഹിമാഘാതം, പിന്നെ കീടാക്രമണം. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായം ലഭിക്കുന്നത് ഇത്തരം ദുരന്തങ്ങൾക്കാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനാണ് ഇത്തരം ദുരന്തങ്ങൾക്കാണ്. പക്ഷേ ഇത്തരം ദുരന്തം ഉണ്ടായ ഉടനെ സഹായം ലഭിക്കണമെന്നില്ല. കേന്ദ്ര സർക്കാർ പരിശോധിച്ചിട്ടാണ് പ്രഖ്യാപിക്കുക. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ച ദുരന്തങ്ങൾ. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനതല ദുരന്തങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളവയാണ് താഴെ പറയുന്നവ. ഇടിമിന്നൽ, കടൽക്ഷോഭം മൂലമുള്ള തീരശോഷണം. ഇടിമിന്നൽ, കടൽക്ഷോഭം മൂലമുള്ള തീരശോഷണം, ചുഴലിക്കാറ്റിനേക്കാൾ വേഗത കുറവുള്ളതും എന്നാൽ ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായ കാറ്റ്. ചുഴലിക്കാറ്റിനെ പ്രഖ്യാപിക്കുന്ന ആരാണ്? ദേശീയ ദുരന്തമാണത്. അത് പ്രഖ്യാപിക്കേണ്ട കേന്ദ്ര സർക്കാരാണ്. അത് കാട്ടുതീയാണെങ്കിലും വരൾച്ചയാണെങ്കിലും. എന്നാൽ ചുഴലിക്കാറ്റിന്റെ അത്രയും വേഗതയില്ലാത്തതും എന്നാൽ ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായ കാറ്റ്. കുഴലീകൃത മണ്ണൊലിപ്പ്, ഉഷ്ണതരംഗം, സൂര്യാഘാതം, സൂര്യതാപം. ഉഷ്ണതരംഗം, സൂര്യാഘാതം, സൂര്യതാപം എന്നിവ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ച ദുരന്തങ്ങളാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദുരന്ത പ്രതികരണ സംഘമാണ് പിങ്ക് അലർട്ട് എന്ന പേരിൽ അറിയപ്പെടുക. പിങ്ക് അലർട്ട് ആദ്യമായി ആരംഭിച്ചത് കോഴിക്കോടാണ്. പിങ്ക് അലർട്ട് ആദ്യമായി ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ സ്ത്രീകൾ മാത്രമുള്ള ദുരന്ത പ്രതികരണ സംഘമാണ്. ഡിസാസ്റ്റർ ഫോഴ്സ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുക? കോഴിക്കോട് ആരംഭിച്ച പിങ്ക് അലർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദുരന്ത പ്രതികരണ സംഘം പിങ്ക് അലർട്ട് ആണ്. ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്ത്രീകൾ മാത്രമുള്ള ദുരന്ത പ്രതികരണ സംഘമാണ് ഈ പിങ്ക് അലർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഈ സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങൾ: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ച ദുരന്തങ്ങൾ. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ദുരന്തങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് താഴെ പറയുന്നു. എന്തൊക്കെ? ഇടിമിന്നൽ, കടൽക്ഷോഭം മൂലമുള്ള തീരശോഷണം, ചുഴലിക്കാറ്റിനേക്കാൾ വേഗത കുറവുള്ളതും എന്നാൽ ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാക്കുന്നതുമായ കാറ്റ്, കുഴലീകൃത മണ്ണൊലിപ്പ്, ഉഷ്ണതരംഗം, സൂര്യാഘാതം, സൂര്യതാപം എന്നിവ. ഓക്കെ അല്ലേ? കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദുരിത പ്രതികരണ സംഘമാണ് പിങ്ക് അലർട്ട്. ആസ്ഥാനം കോഴിക്കോട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്ത്രീകൾ മാത്രമുള്ള ദുരന്ത പ്രതികരണ സംഘമാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? കഴിഞ്ഞ 2 സ്ലൈഡുകൾ അല്ലെ? കേന്ദ്ര സർക്കാരാണ് ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ദേശീയ ദുരന്തങ്ങൾ: വെള്ളപ്പൊക്കം, മെഹസ്ഫോടനം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പാറവീഴ്ച, പാറനിരകൾ, വരൾച്ച, കാട്ടുതീ, ചുഴലിക്കാറ്റ്, ഭൂമികുലുക്കം, സുനാമി, ആലിപ്പഴ വർഷം, ശീതാഘാതം, ഹിമപാതം, ഹിമാഘാതം, കീടാക്രമണം. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായം ലഭിക്കുന്നത് ദേശീയ ദുരന്തങ്ങൾക്ക് മാത്രമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ച ദുരന്തങ്ങൾ. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനതല ദുരന്തങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളവയാണ് ഇടിമിന്നൽ, കടൽക്ഷോഭം മൂലമുള്ള തീരശോഷണം, ചുഴലിക്കാറ്റിനേക്കാൾ വേഗത കുറവുള്ളതും എന്നാൽ ജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാക്കുന്നതുമായ ശക്തമായ കാറ്റ്, കുഴലീകൃത മണ്ണൊലിപ്പ്, ഉഷ്ണതരംഗം, സൂര്യാഘാതം, സൂര്യതാപം എന്നിവ. ഓക്കെ, അടുത്ത പറയുന്നു ദുരന്ത പ്രത്യാഘാത ലഘൂകരണത്തിനായി 10 അജണ്ട ആവിഷ്കരിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി PSC ചോദിച്ചു കാണാറുണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട്. എത്ര അജണ്ടയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുക? 10 അജണ്ടകൾ. 1, എല്ലാ വികസന മേഖലകളും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിന്റെ തത്വങ്ങൾ ഉൾക്കൊള്ളണം. ഏതൊരു വികസന പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാലും
ദുരന്ത നിവാരണ മാനേജ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നർത്ഥം. റിസ്ക് കവറേജിൽ ദാരിദ്ര്യ കുടുംബങ്ങൾ മുതൽ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ വരെ ഉൾപ്പെട്ടിരിക്കണം. റിസ്ക് കവറേജിൽ ആരെയും മാറ്റി നിർത്താൻ പാടില്ല. ഒരു ഭൂപ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന പാവപ്പെട്ടവനാണെങ്കിലും സമ്പന്നനാണെങ്കിലും എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സ്ത്രീകളുടെ നേതൃത്വവും പങ്കാളിത്തവും ഉറപ്പാക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സ്ത്രീകളുടെ നേതൃത്വവും പങ്കാളിത്തവും ഉറപ്പാക്കണം. പ്രകൃതിയെയും ദുരന്ത സാധ്യതകളെയും കുറിച്ചുള്ള ആഗോളധാരണ മെച്ചപ്പെടുത്തുന്നതിന് ആഗോളതലത്തിൽ റിസ്ക് മാപ്പിംഗിൽ നിക്ഷേപം നടത്തുക എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ റിസ്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യണമെന്നർത്ഥം. പ്രകൃതിയെയും ദുരന്ത സാധ്യതകളെയും കുറിച്ചുള്ള ആഗോളധാരണ മെച്ചപ്പെടുത്തുന്നതിന് ആഗോളതലത്തിൽ റിസ്ക് മാപ്പിംഗിൽ നിക്ഷേപം നടത്തുക. ദുരന്ത നിവാരണ ശ്രമങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുക. ദുരന്ത നിവാരണ ശ്രമങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് എന്ത് ചെയ്യണം? സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവർത്തിക്കാൻ സർവകലാശാലകളുടെ ഒരു ശൃംഖല വികസിപ്പിക്കണം. ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുവാൻ സർവകലാശാലകളുടെ ഒരു ശൃംഖല വികസിപ്പിക്കുക. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിന് സോഷ്യൽ മീഡിയയും മൊബൈൽ സാങ്കേതികവിദ്യ നൽകുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗവേണൻസ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ ഇപ്പോൾ മഴ പെയ്യാണ്, അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് വരാറില്ലേ? അതുമായി ബന്ധപ്പെട്ട ഇനി ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള പ്രാദേശിക ശേഷി കെട്ടിപ്പടുക്കുക. ഒരു സ്ഥലത്ത് ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ അതനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ജീവിത രീതിയും ക്രമപ്പെടുത്തണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭൂപ്രദേശം, അതനുസരിച്ചുള്ള നിർമ്മാണമാണ് അവിടെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിർമ്മാണം ചെയ്യാൻ സാഹചര്യമില്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യുക? മാറ്റി പാർപ്പിക്കുക. ദുരന്തങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുകയും പഠനങ്ങൾ നടത്തുകയും വേണം. ഒരു ദുരന്തമുണ്ടായി, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല? എന്തുകൊണ്ട് ദുരന്തം ഇത്രയും വിനാശകരമായി മാറി? തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുക. വീണ്ടും അത്തരം സാധ്യതയുള്ള ഭൂപ്രദേശങ്ങൾ കണ്ടെത്തുന്നതിനും ദുരന്തം തടയുന്നതിനും അത് നമ്മളേറെ സഹായിക്കുകയും ചെയ്യും. ദുരന്തങ്ങളോടുള്ള അന്താരാഷ്ട്ര പ്രതികരണത്തിൽ കൂടുതൽ ഐക്യം കൊണ്ടുവരിക. ദുരന്തങ്ങളോടുള്ള അന്താരാഷ്ട്ര പ്രതികരണത്തിൽ കൂടുതൽ ഐക്യം കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായാൽ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റു രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യുകയും വേണമെന്നർത്ഥം. അപ്പോൾ ദുരന്ത പ്രത്യാഘാത ലഘൂകരണത്തിനായി 10 അജണ്ട ആവിഷ്കരിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ 10 അജണ്ടകൾ എന്തൊക്കെയെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. എന്തൊക്കെയാ? എല്ലാ വികസന മേഖലകളും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിന്റെ തത്വങ്ങൾ ഉൾക്കൊള്ളണം. റിസ്ക് കവറേജിൽ ദരിദ്ര കുടുംബങ്ങൾ മുതൽ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ വരെ ഉൾപ്പെട്ടിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സ്ത്രീകളുടെ നേതൃത്വവും പങ്കാളിത്തവും ഉറപ്പാക്കണം. പ്രകൃതിയെയും ദുരന്ത സാധ്യതകളെയും കുറിച്ചുള്ള ആഗോളധാരണ മെച്ചപ്പെടുത്തുന്നതിന് ആഗോളതലത്തിൽ റിസ്ക് മാപ്പിംഗിൽ നിക്ഷേപം നടത്തണം. ദുരന്ത നിവാരണ ശ്രമങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണം. ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാൻ സർവകലാശാലകളുടെ ഒരു ശൃംഖല തന്നെ സൃഷ്ടിക്കണം. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിന് സോഷ്യൽ മീഡിയയും മൊബൈൽ സാങ്കേതികവിദ്യകളും നൽകുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള പ്രാദേശിക ശേഷി കെട്ടിപ്പടുക്കണം. ദുരന്തങ്ങളിൽ നിന്ന് പഠിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക, പഠനങ്ങൾ നടത്തുക. ദുരന്തങ്ങളോടുള്ള അന്താരാഷ്ട്ര പ്രതികരണത്തിൽ കൂടുതൽ ഐക്യം കൊണ്ടുവരിക. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമം 2005 പാസ്സാക്കിയെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്തങ്ങളും സംസ്ഥാന ദുരന്തങ്ങളും ഏതൊക്കെയെന്ന് പഠിച്ചു. ദുരന്ത ലഘൂകരണത്തിന് വേണ്ടി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി നിർദ്ദേശിച്ച 10 അജണ്ടകളും നമ്മൾ പഠിച്ചു. ഇത് ഇത്രയും ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? ദുരന്തങ്ങളെ പ്രധാനമായും 2ആയി തരംതിരിച്ചിരിക്കുന്നു. 1 പ്രകൃതി ദുരന്തം അഥവാ പ്രകൃതിദത്ത ദുരന്തം. 2 മനുഷ്യനിർമ്മിത ദുരന്തം. വ്യാപ്തിയും സ്വഭാവ സവിശേഷതയും കണക്കാക്കി വീണ്ടും പലതായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്റർനാഷണൽ ഡേ ഫോർ റിസ്ക് റിഡക്ഷൻ ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 13 ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 രാജ്യസഭ പാസാക്കിയത് 2005 നവംബർ 28 ലോക്സഭ പാസാക്കിയത് 2005 ഡിസംബർ 12 പ്രസിഡന്റ് ഒപ്പുരേഖപ്പെടുത്തിയത് 2005 ഡിസംബർ 23. ആ പ്രസിഡന്റ് ഒപ്പുരേഖപ്പെടുത്തിയ അതേ ദിവസം തന്നെ നിയമം പ്രാബല്യത്തിൽ വന്നു അഥവാ നിലവിൽ വന്നു 2005 ഡിസംബർ 23.
ആകെ 11 അധ്യായങ്ങളും 79 വകുപ്പുകളും 11 അധ്യായങ്ങളും 79 വകുപ്പുകളും. കേന്ദ്ര മന്ത്രാലയമായി പ്രവർത്തിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം. അതായത് കോർഡിനേഷന്റെ ചുമതല ആർക്കാണ്? ആഭ്യന്തര വകുപ്പിനാണ്. മറ്റെല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കുന്നത് ആഭ്യന്തര വകുപ്പായിരിക്കണം. നോഡൽ ഓഫീസർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കേന്ദ്ര ദുരിതാശ്വാസ കമ്മീഷണർ. ദുരന്ത നിവാരണം 2005 നിയമത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റികളെ കുറിച്ചാണ്. ഇന്ത്യയിൽ ത്രിതല ഘടകങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഉള്ളത്. ദേശീയം, സംസ്ഥാനം, ജില്ല. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കുവാൻ തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ. ദുരന്ത നിവാരണ നിയമം 2005 രണ്ടാമത്തെ അധ്യായം വകുപ്പ് 3 മുതൽ 13 വരെയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പരാമർശമുള്ളത്. അധ്യായം 3 വകുപ്പ് 14 മുതൽ 24 വരെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നു. അധ്യായം 4 വകുപ്പ് 25 തൊട്ട് 34 വരെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്നു. അധ്യായം 6 വകുപ്പ് 41 തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പരാമർശമുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റികൾ. ദുരന്ത നിവാരണ പ്രവർത്തനം ഫലപ്രദമായി നിർവഹിക്കുന്നതിന് രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിച്ചത് 2005. രൂപീകരിക്കാൻ കാരണമായ അടിസ്ഥാന വകുപ്പ് 3/1. ഇന്ത്യയിൽ ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികൾ നിലവിൽ വന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവ. അതോറിറ്റികൾ സ്വയം ഭരണാധികാരമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. ദുരന്ത നിവാരണ അതോറിറ്റികളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 1070 1077. ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1079. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. സ്വയം ഭരണാധികാരമില്ലാത്ത നിയമം വഴി സ്ഥാപിതമായ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയായിരിക്കും. ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ 9. അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. കേന്ദ്ര സർക്കാരാണ് ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുക. കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ദേശീയ ദുരന്തങ്ങൾ: വെള്ളപ്പൊക്കം, മേഘസ്ഫോടനം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പാറവീഴ്ച, പാറനിരകൾ, വരൾച്ച, കാട്ടുതീ, ചുഴലിക്കാറ്റ്, ഭൂമികുലുക്കം, സുനാമി, ആലിപ്പഴ വർഷം, ശീതാഘാതം, ഹിമപാതം, ഹിമാഘാതം, കൂടാതെ കീടാക്രമണം. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായം ലഭിക്കുന്നത് ഇത്തരം കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ദേശീയ ദുരന്തങ്ങൾക്ക് മാത്രമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ച ദുരന്തങ്ങൾ. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനതല ദുരന്തങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളവ: ഇടിമിന്നൽ, കടൽക്ഷോഭം മൂലമുള്ള തീരശോഷണം, ചുഴലിക്കാറ്റിനേക്കാൾ വേഗത കുറവുള്ളതുമെന്നാൽ ജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാക്കുന്നതുമായ ശക്തമായ കാറ്റ്, കുടിലീകൃത മണ്ണൊലിപ്പ്, ഉഷ്ണതരംഗം, സൂര്യാഘാതം, സൂര്യതാപം എന്നിവ സംസ്ഥാന ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദുരന്ത പ്രതികരണ സംഘമാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പിങ്ക് അലർട്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സ്ത്രീകൾ മാത്രമുള്ള ദുരന്ത പ്രതികരണ സംഘം രൂപീകരിക്കുന്നത്. ദുരന്ത പ്രത്യാഘാത ലഘൂകരണത്തിനായി 10 അജണ്ട ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഓക്കെ, ദെൻ ആ 10 പരിപാടികൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നു. സ്റ്റേറ്റ്മെന്റ് PSC ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. എല്ലാ വികസന മേഖലകളും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തത്വങ്ങൾ ഉൾക്കൊള്ളണം. റിസ്ക് കവറേജിൽ ദരിദ്ര കുടുംബങ്ങൾ മുതൽ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ വരെ ഉൾപ്പെട്ടിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സ്ത്രീകളുടെ നേതൃത്വവും പങ്കാളിത്തവും ഉറപ്പുവരുത്തണം. പ്രകൃതിയെയും ദുരന്ത സാധ്യതകളെയും കുറിച്ചുള്ള ആഗോളധാരണ മെച്ചപ്പെടുത്തുന്നതിന് ആഗോളതലത്തിൽ റിസ്ക് മാപ്പിംഗിൽ നിക്ഷേപം നടത്തണം. ദുരന്ത നിവാരണ ശ്രമങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണം. ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാൻ സർവകലാശാലകളുടെ ഒരു ശൃംഖല വികസിപ്പിക്കണം. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിന് സോഷ്യൽ മീഡിയയും മൊബൈൽ സാങ്കേതികവിദ്യയും നൽകുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള പ്രാദേശിക ശേഷി കെട്ടിപ്പടുക്കണം. ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുകയും വേണം. വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ദുരന്തങ്ങളോടുള്ള അന്താരാഷ്ട്ര പ്രതികരണത്തിൽ കൂടുതൽ ഐക്യം കൊണ്ടുവരണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. ഇതിനെ തുടർന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, കൃത്യമായി പഠിച്ചുറപ്പിച്ച് മാത്രം വരാ.
എങ്കിൽ മാത്രം നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, പിന്നീട് ഇന്ന് നീട്ടിയിരിക്കരുത്.